ഇത് മിസ്സസ് ജലജ വേണുഗോപാൽ ഉണ്ടാക്കി മിസ്റ്റർ വേണുഗോപാൽ അയച്ചു തന്ന നമ്മുടെ റെസിപ്പിയായ വാഴയിലയിൽ പൊള്ളിച്ച അയലയാണ്. ഇതുണ്ടാക്കി അയച്ച രണ്ടുപേർക്കും നന്ദി അറിയിക്കണം. അയല വാഴയിലയിൽ പൊള്ളിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് 50 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് എനാബിളാക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനാബിളാക്കണേ. അപ്പോഴാണ് എൻ്റെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. ഈ പഞ്ചസാര സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റായി വരുമ്പോൾ മാത്രം നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇനി ഇത് മെൽറ്റായി വരട്ടെ. ഇപ്പോൾ ഇത് മെൽറ്റായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് കളറ് മാറുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ ക്രിസ്റ്റലായി പോവും. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അത് വീണ്ടും ലിക്വിഡ് ഫോമിലേക്ക് വന്നോളും. ഇപ്പോൾ കണ്ടോ, എല്ലാ ക്രിസ്റ്റലും പോയി വീണ്ടും അത് വെള്ളം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇത് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. നമുക്ക് ഈ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. ഇനി നമ്മൾ മൈദയാണ് എടുക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, അതായത് 125 ഗ്രാം മൈദ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം കേട്ടോ. 3 പ്രാവശ്യം അരിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം ബീറ്റർ ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാമല്ലോ അങ്ങനെ ആകുമ്പോൾ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ സ്പീഡിലിട്ടിട്ട് ആദ്യം ഒന്ന് അടിച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം. അത് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിയും 1/4 ടീസ്പൂൺ ജാതിപത്രിയില്ലേ, ആ ജാതിക്കേൻ്റെ തോടല്ല, തോടിൻ്റെ പുറമെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിരിക്കില്ലേ, അതും കൂടി അത് 1/4 ടീസ്പൂൺ കൂടിയിട്ട് പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം, ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് വാനില എസൻസ് ഒഴിക്കുന്നതും കാരമൽ സിറപ്പ് ഒഴിക്കുന്നതും കാണിക്കാൻ പറ്റാൻ കേട്ടോ. ഇപ്പോൾ ഇത് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 75 ഗ്രാം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടി ഇട്ടൊന്ന് അടിക്കാമായിരുന്നു, പക്ഷേ അത് അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഫ്ലോറാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ മൈദ ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ സമയം നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാൻ വെക്കണം കേട്ടോ. ഇത് 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഇളക്കിയെടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കേട്ടോ. കൂടുതലായിട്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ഒരു മയത്തിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ പൊടി ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ആ 1 കപ്പിൻ്റെ പകുതി ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ട് ബാക്കിയുള്ള പകുതിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി 1/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ 3 പ്രാവശ്യം ഇട്ടിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. ഇത് ടേസ്റ്റിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഉണ്ടാക്കി വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, തീർന്നത് അറിഞ്ഞില്ല. അത്രയും ടേസ്റ്റായിരുന്നു. നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി വെക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ, ക്രീമും ഒന്നും വേണ്ടല്ലോ. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പാത്രത്തിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓയിൽ വെച്ച് നമ്മൾ സൈഡെല്ലാം ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ പേപ്പറിലും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചേക്കണ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ്, എനിക്ക് 45 മിനിറ്റ് ആയത് റെഡിയായി വന്നപ്പോൾ ബേക്ക് ചെയ്യാം.
ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 30 മിനിറ്റൊക്കെ മതിയാവുമായിരിക്കും, അല്ലെങ്കിൽ ആവണ വരെ. ഓരോരുത്തരുടെ ഓവനിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ ആ കേക്കിൻ്റെ മുകളിൽ ഒരു ഭംഗിക്കായിട്ട് ഒരു ഗ്ലേസ് ഒഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഗ്ലേസ് ഒഴിക്കുകയല്ല, തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി കൊടുക്കാം. ആ പഞ്ചസാര മുഴുവൻ മെൽറ്റ് ആവണ വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പിന്നെ ആ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലൊരു ടേസ്റ്റി ആയി വരും അത്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ. ഇത് ഇപ്പോൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റിൽ കുത്തി നോക്കിയപ്പോൾ ആയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഒരുവിധം ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഈ കേക്കിൻ്റെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിയിലുള്ള പാർച്ച്മെൻറ്റ് പേപ്പർ കളഞ്ഞിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ആ ഗ്ലേസ് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് തേച്ച് കൊടുക്കുകയാണ്. ഇത് തേച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും അതിൻ്റെ മുകളിൽ. കണ്ടോ, ഇപ്പോൾ ഇതൊരു പ്രത്യേക ഭംഗിയില്ലേ അത് തേച്ചപ്പോൾ. കഴിക്കാനും നല്ല ടേസ്റ്റി കേട്ടോ. ഭയങ്കര സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണിത്. അടിപൊളിയാണോ? ടേസ്റ്റ് ഉണ്ടോ? വെരി ടേസ്റ്റി. ക്യാരറ്റിന്റെ ഫ്ലേവർ ഉണ്ട്. പറഞ്ഞു ക്യാരറ്റ് ആണെന്ന്. എങ്ങനെയുണ്ട് പൊന്നൂസേ? ടേസ്റ്റ് ആണോ? നല്ലതാണോ? ആ പറ, രുചിയുണ്ടെന്ന് പറ. രുചിയുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ബീറ്ററും ഓവനും ഒന്നുമില്ലാതെ റെഡിയാക്കാൻ പറ്റിയൊരു കേക്കാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.